വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മളൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഓവനും ബീറ്ററും ഇല്ലാതെ വീട്ടിൽ മിക്സി ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പഞ്ചി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ക്യാരറ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലുള്ള ഗ്രേറ്ററിൽ ചെറിയ ഒരു ഹോൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരിക്കലും മിക്സിയിൽ വെച്ചിട്ട് അരച്ചെടുക്കാനായിട്ടൊന്നും പാടില്ല. നമുക്ക് ഇതേപോലെ തന്നെ കിട്ടണം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചോപ്പർ വെച്ചിട്ട് നൈസായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് ഏകദേശം കണ്ടില്ലേ, ഈ ഒരു കപ്പിൻ്റെ അടുത്തുണ്ട്. നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് ഏകദേശം ആ ഒരു അളവിൽ നമുക്ക് ക്യാരറ്റ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കപ്പ് അളവ് കാണിച്ചത്. ഏകദേശം ഒരു കപ്പ് അളവിൽ നമുക്ക് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള നീളത്തിലുള്ള ഈ ഒരു ട്രേയിലാണ് കേട്ടോ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ 2 കാര്യങ്ങൾ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് അളവിൽ മൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും അതേപോലെ തന്നെ 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് നിറയില്ല, 1/4 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാര ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഈ പഞ്ചസാര അലിഞ്ഞു വരണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഒട്ടും ശരിയാവില്ല. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ശരി, ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ മൊത്തം 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതി ഭാഗം, അതായത് 1/4 കപ്പ് അളവിൽ ചേർക്കുക. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഈ 1/2 കപ്പിൻ്റെ പാലിൽ നിന്ന് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ സൈസ് ചെറുതാണെങ്കിൽ ചിലപ്പം ഈ 1/4 കപ്പ് പാലിനേക്കാളും നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ആകെ 1/2 കപ്പ് എന്ന് പാലിൻ്റെ അളവ് കാണിച്ചത്. അപ്പോൾ നമുക്ക് ബാക്കി ഈ പാല് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പം 1/4 കപ്പ് അളവിൽ പാല് മാത്രമേ നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. മുഴുവനായിട്ട് 1/2 കപ്പ് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ശരി, ഇനി ഇത് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റണം. ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുക പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടില്ല. ഇന്ന് മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസ്ക് വെച്ചിട്ട് ആ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിയുന്നത് വരെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ പൊടിക്കാത്ത പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചധികം നേരം നിങ്ങൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വിസ്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ തരികളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ പഞ്ചസാരയുടെ തരികളൊന്നുമില്ല. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദേൻ്റെ മിക്സ് ഇതിലേക്ക് 2-3 തവണയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വിസ്ക് വെച്ചിട്ട് തന്നെ കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. വിസ്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പാച്ചിലായിരുന്നാലും മതി. അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടില്ലേ, അറ്റ്ലീസ്റ്റ് ഈ ഒരു വിസ്കെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നമുക്ക് ഒരുവിധം എല്ലാ കേക്കും ഇത് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടകളില്ലാണ്ട് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഒരു തവണ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് 2ാമത്തെ തവണയും നമ്മൾ ചേർത്ത് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്യുക.
അപ്പോൾ നമ്മൾ 2 തവണയായിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വീണ്ടും എക്സ്ട്രാ പാല് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ വലിയ സൈസിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ പാല് ചേർക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ തവണ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മുഴുവനായിട്ട് മിക്സ് ആവുന്നതിന് മുൻപ് തന്നെ നമ്മളിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച ക്യാരറ്റും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പതിയെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വല്ലാതെ അങ്ങ് കുത്തി ഇളക്കി മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഞാൻ ആ മുന്തിരി ജസ്റ്റ് ഒന്ന് മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെറിയ സൈസിലുള്ള മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം പാല് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലായല്ലോ. ഓവറായിട്ട് തിക്കായിട്ടല്ല, സെമി തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ച ആ കേക്ക് ടിന്നിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് 45 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. 10 മിനിറ്റ് മുമ്പ് ചൂടാക്കി വെച്ചതാണ് കേട്ടോ. നമ്മൾ ഈ ബാറ്റർ ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ പാന് ചൂടാക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ശരി, നമുക്കിനി ഇതൊരു 45 മിനിറ്റിന് ശേഷം ഇത് തുറന്നു നോക്കാം. അപ്പോൾ ഇതേ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. 40 മിനിറ്റ് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി വെച്ചു. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ചൂടോടെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പൊട്ടിപ്പോരും. അപ്പോൾ മുഴുവനായിട്ട് നമുക്കിതിൻ്റെ ചൂടെല്ലാം മാറിയിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു റബ്ബറിൻ്റെ സ്പാച്ചിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അകറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ടിന്നൊന്ന് കമഴ്ത്തി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. കണ്ടോ, അടിവശമൊന്നും ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും എത്ര സോഫ്റ്റായിട്ടാണ് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയതെന്ന്. വളരെ സോഫ്റ്റാണ്. അങ്ങനെ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞിറങ്ങും. അത്രയും മോയിസ്റ്റ് ആയിട്ടുള്ള, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ക്യാരറ്റ് കേക്കാണിത്. അപ്പോൾ ഇത് ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മിക്സിയിൽ തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടി. ബീറ്റർ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഫെയിലായില്ല. ഞാൻ പറഞ്ഞു തന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ വെക്കുന്നത് റൗണ്ട് ടിന്നിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 35 മിനിറ്റിൽ തന്നെ ബേക്ക് ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു 35 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കുക. 35 മിനിറ്റിന് ശേഷം മാത്രമേ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാനായിട്ട് പാടുള്ളൂ. എന്നിട്ട് ബേക്ക് ആയിട്ടില്ല എങ്കിൽ ഒരു 10 മിനിറ്റ് കൂടി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളിത് കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയതെന്ന്. അത്രയും മോയിസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ക്യാരറ്റ് കേക്ക് നിങ്ങൾ ട്രൈ ചെയ്യാതെ പോകരുത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്